നമസ്കാരം. ഒരു നാട് നന്നാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ പൊളിച്ചെഴുത്ത് വരുത്തണമെന്നതാണ്. പരമ്പരാഗത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ ഏറ്റവും വലിയ കുഴപ്പം അവർ വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്തിക്കില്ല എന്നതാണ്. പാർട്ടി എന്ന് പറയുന്നത് വലിയൊരു ആസ്തിയുള്ള പ്രസ്ഥാനമായി നിലനിർത്തേണ്ടതുണ്ട്. പാർട്ടിയിലേക്ക് അണികൾ വരണം, അംഗങ്ങൾ വരണം, പാർട്ടിക്ക് നാട് നീളെ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം, വൻ പരിപാടികൾ നടത്തണം, തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുക്കണം. അങ്ങനെ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ ധനസമ്പാദനമാണ്. കൂടാതെയാണ് പാർട്ടി നേതാക്കൾ വ്യക്തിപരമായി ധനസമ്പാദനം നടത്തുന്നത്. പൊതുഖജനാവിലെ പണമെടുത്ത് ഓരോ പാർട്ടിക്കാരും ഓരോ നേതാക്കളും അവരുടെ താല്പര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് അഴിമതി നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട് വികസനത്തിൽ മുരടിപ്പുണ്ടാവുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ ജനങ്ങൾ ആഹ്ലാദത്തോടെ ചേർത്ത് പിടിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാറില്ല. ആം ആദ്മി പാർട്ടി അതിനൊരു ഉദാഹരണമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചെങ്കിലും നിരവധി അഴിമതി ആരോപണങ്ങളിൽ പെട്ടുപോയി. വ്യവസ്ഥാപിത സംവിധാനങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് കെജ്രിവാളിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണോ, അതോ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനായി മാറിയോ എന്നതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷേ എന്തായാലും ആ പരീക്ഷണം ഭാഗികമായി പരാജയപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയവുമായി നടൻ വിജയ് തമിഴ്നാട്ടിൽ അധികാരം പിടിക്കുന്നത്. തമിഴ് ജനതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ വൈകാരികമായി കാര്യങ്ങളെ കാണുന്നു എന്നതാണ്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം വൈകാരികമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം തമിഴരായിരിക്കും. അവർക്ക് വ്യവസ്ഥാപിത രാഷ്ട്രീയം ഒന്നും ഒരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് ജയലളിതയും അണ്ണാഡിഎംകെയും ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും പിടിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡിഎംകെയും കരുണാനിധിയും മുഴുവൻ സീറ്റുകളും പിടിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ദ്രാവിഡ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞ ഒരു സംസ്ഥാനത്തേക്ക് തികച്ചും സ്വതന്ത്രമായ ഒരു ഗുഡ് ഗവേണൻസ് രാഷ്ട്രീയമായി എത്തുകയാണ് വിജയ് എന്ന നടൻ എന്ന നിലയിൽ ജനങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്നതിൻ്റെ തുടർച്ചയായി രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയായിരുന്നു വിജയുടെ രംഗപ്രവേശം. വ്യവസ്ഥാപിത സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിജയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. വിജയ്ക്ക് മര്യാദയ്ക്ക് ഒരു പൊതുസമ്മേളനം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അവിടെയുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ വിജയിയെ എല്ലാവരും വേട്ടയാടി. സകല മാധ്യമങ്ങളും അവഗണിച്ചിട്ടും വിജയ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം സീറ്റ് നേടിയ പാർട്ടിയായി മാറി. ഒരു വർഷം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക എന്നത് രാജ്യത്ത് തന്നെ ആദ്യത്തെ അനുഭവമായിരുന്നു. വിജയ്ക്ക് അനുകൂലമാണ് തമിഴ് മനസ്സെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസും മുസ്ലിം ലീഗും CPM ഒക്കെ ഡിഎംകെയെ കൈവിട്ട് വിജയ്ക്ക് പിന്തുണ കൊടുത്തതോടെ ഭൂരിപക്ഷം ഉറപ്പായി. വിജയുടെ ഭരണം 2 മാസം പൂർത്തിയാവുമ്പോൾ തമിഴ്നാട്ടുകാർ ആഹ്ലാദഭരിതരാണ്. 1 രൂപ പോലും രാഷ്ട്രീയത്തിൽ നിന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന പണം കൂടി ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന വിജയ് അടിമുടി തമിഴ് രാഷ്ട്രീയത്തെ പൊളിച്ചടുക്കുകയാണ്. സിനിമാ നടൻ എന്ന നിലയിൽ അനുഭവിച്ചിരുന്ന സുരക്ഷയും സൗകര്യങ്ങളും പോലും മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് അനുഭവിക്കുന്നില്ല. അതിനുവേണ്ടി ഖജനാവിലെ പണം ചെലവഴിക്കുന്നില്ല എന്ന് തന്നെയാണ് വിജയ്ക്ക് ജനപ്രീതി കൂടാൻ കാരണമായിരിക്കുന്നത്. വിജയ് മുഖ്യമന്ത്രി എന്ന നിലയിൽ 2 മാസം പിന്നിട്ടതോടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മുഴുവൻ സീറ്റുകളും നേടിയെടുക്കുന്ന തരത്തിലേക്ക് വിജയ് വളർന്നു കഴിഞ്ഞു. സ്റ്റാലിൻ കഴിഞ്ഞ 10 വർഷം തമിഴ്നാട്ടിലുണ്ടാക്കിയ അഴിമതിക്കെതിരെ അന്വേഷണവും യുദ്ധപ്രഖ്യാപനവും വിജയ് നടത്തിക്കഴിഞ്ഞു. ഓരോ ദിവസവും വിജയുടെ പ്രഖ്യാപനങ്ങൾക്ക് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അതിനുവേണ്ടി മാത്രം പ്രത്യേക ടാസ്ക് ഫോഴ്സിന് രൂപം കൊടുത്തു. രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നത് പോലെ ലഹരിക്കെതിരെ പോരാട്ടം കടുപ്പിക്കുകയും അതിനുവേണ്ടി പ്രത്യേക ടാസ്ക് ഫോഴ്സിന് രൂപം കൊടുക്കുകയും ചെയ്തു. എക്സൈസോ പോലീസോ ഒന്നുമല്ല, ലഹരി വേട്ടയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ടാസ്ക് ഫോഴ്സ് കൈകാര്യം ചെയ്യണം എന്ന വിജയുടെ നിലപാടിന് വലിയ ജനപിന്തുണ കിട്ടുന്നു. ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ജനങ്ങൾ ലഹരിക്കെതിരെയും ആക്രമണങ്ങൾക്കെതിരെയും ഒരുമിച്ച് സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്കൂളുകളിലെ രാഷ്ട്രീയം പൂർണ്ണമായും തുടച്ചു നീക്കിയാണ് വിജയ് ഏറ്റവും ഒടുവിൽ കയ്യടി നേടിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്കോ എന്തിനേറെ ജനപ്രതിനിധികൾക്കോ പോലും സ്കൂളുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പ്രവേശിക്കണമെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഔദ്യോഗികമായി ഉണ്ടാവണം. നേതാക്കൾക്ക് പ്രവേശനമല്ല, ജനപ്രതിനിധികൾക്ക് മാത്രം. അതും ഇതുവരെ കണ്ടതുപോലെ നേതാക്കന്മാരുടെ ജന്മദിനം ആഘോഷിക്കാനോ രാഷ്ട്രീയ പാർട്ടികളുടെ വാർഷികം ആഘോഷിക്കാനോ കയറിക്കൂടാൻ പാടില്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളെ വിളിക്കാം. മറ്റാർക്കും അവിടെ വന്ന് രാഷ്ട്രീയം കളിക്കാൻ അവസരമില്ല. രാഷ്ട്രീയ പ്രചരണത്തിനോ രാഷ്ട്രീയ പ്രകടനത്തിനോ സ്കൂളുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉപകരണമാക്കരുത് എന്ന് ഉത്തരവിട്ടു. അത് എത്ര സീരിയസ് ആയി വിജയ് കാണുന്നു എന്നതിന് തെളിവാണ് ഭരണാധികാരികളെ സുഖിപ്പിച്ച് ശീലിച്ച ഒരു പ്രധാന അധ്യാപികയ്ക്ക് പണി കിട്ടിയതിൻ്റെ കഥ. കൃഷ്ണരായപുരം പഞ്ചായത്ത് യൂണിയൻ മിഡിൽ സ്കൂളിലെ പ്രധാന അധ്യാപിക വിജയ് പങ്കെടുത്ത കരൂർ സമ്മേളനം ലൈവായി സ്കൂളിൽ കാണിക്കുന്നു. സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയല്ലേ,
കുട്ടികൾക്ക് ആവേശമുണ്ടാവട്ടെ എന്ന് കരുതി കാണിച്ചതാണ്. ഇക്കാര്യം ആരോ വിജയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. രാഷ്ട്രീയ പരിപാടി സ്കൂളിൽ കാണിച്ചത് അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞ് മല്ലിക എന്ന പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്നു. അതായത് വിജയ്ക്ക് അനുകൂലമായി സ്കൂളിനെ ഉപയോഗിച്ചാൽ പോലും നടപടി എന്ന കർശനമായ നിലപാടിലേക്ക് വിജയ് മാറിയിരിക്കുന്നു. സ്കൂളിൽ രാഷ്ട്രീയക്കാരുടെ പ്രവേശനം നിരോധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ളതാണ്, കുട്ടികൾ പഠിക്കട്ടെ, അതിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞതിന് വലിയ പിന്തുണയാണ് ജനങ്ങൾ കിട്ടുന്നത്. തമിഴ്നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ധവളപത്രം ഇറക്കിക്കൊണ്ട് വലിയ തോതിൽ നിക്ഷേപകരെ കൊണ്ടുവരികയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ചുവപ്പ് നാടയിൽ ഒരു നിക്ഷേപ പദ്ധതിയും കുടുങ്ങിപ്പോവരുതെന്ന് വിജയ്ക്ക് നിർബന്ധമാണ്. അതിനുവേണ്ടി പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ തന്നെ രൂപീകരിച്ചിരിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമല്ല, അവിടെ കൂത്തരങ്ങാണ് എന്ന് തിരിച്ചറിഞ്ഞ വിജയ് മിന്നൽ പരിശോധനയ്ക്ക് തന്നെ രംഗത്തിറങ്ങി. സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ കാലതാമസമില്ലാതെ കൊടുക്കാനുള്ള ഉത്തരവിടുകയും അത് പരിശോധിക്കാനും നടപ്പിലാക്കാനും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മൂലം കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് ഒഴിവാക്കാൻ പോലീസിന് പ്രത്യേക അധികാരം നൽകി. പോലീസിന് നിയമം നടപ്പിലാക്കാം, അതിനാരുടെയും അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട. ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലുണ്ടായാൽ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ടറിയിച്ചാൽ നടപടിയുണ്ടായിക്കോളും. ഇതോടുകൂടി പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ തുടങ്ങി. കുറ്റവാളികൾക്ക് രാഷ്ട്രീയ പിന്തുണയോടെ രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. DMK-യുടെയും അണ്ണാ DMK-യുടെയൊക്കെ നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ശുപാർശ ചെയ്യാൻ പേടിയായി തുടങ്ങി. ഇതോടെ രാഷ്ട്രീയ പിന്തുണയോടെ തമിഴ്നാട്ടിനെ അടക്കി വാണിരുന്ന ഗുണ്ടാ സംഘങ്ങൾ വീട്ടിലിരിക്കാൻ ആരംഭിച്ചു. സാധാരണ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കുടിവെള്ളവും വൈദ്യുതിയും അവർക്ക് സൗജന്യമായി ലഭിക്കാൻ ആദ്യം തന്നെ പ്രഖ്യാപനം നടത്തുകയും അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ മറ്റു വഴികൾ തേടുകയും ചെയ്തു. 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായതോടെ സാധാരണ മനുഷ്യർ ആഹ്ലാദത്തേരിലേറി കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും 500 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മദ്യശാലകളും ആദ്യം തന്നെ അടച്ചുപൂട്ടി. പാവപ്പെട്ടവരുടെ കടങ്ങൾ എഴുതിത്തള്ളി. കേന്ദ്ര സർക്കാരിൻ്റെ ജൽജീവൻ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് കുടിവെള്ളം സൗജന്യമായി കൊടുക്കാൻ തുടങ്ങി. പരുന്തൂർ വിമാനത്താവള പദ്ധതി അടക്കം അഴിമതി ലക്ഷ്യമിട്ടുകൊണ്ട് DMK സർക്കാർ നടത്തിയ പദ്ധതികളൊക്കെ റദ്ദാക്കുകയും കൃത്യമായി പഠനശേഷം മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. പരുന്തൂർ പരിസര പ്രദേശത്ത് DMK നേതാക്കൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയെല്ലാം ഇതോടെ വൃഥാവിലാവും. അങ്ങനെ പാവപ്പെട്ടവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിജയ് നടത്തുന്ന സിനിമാ സ്റ്റൈൽ ഭരണം മുന്നേറുമ്പോൾ ജനങ്ങൾ വിജയ് ഫാൻ ആയിക്കൊണ്ടിരിക്കുന്നു. തമിഴകത്തെ ജനങ്ങൾ ആഹ്ലാദഭരിതരാണ്. തമിഴ്നാട് മറ്റൊരു ലെവലിലേക്ക് ഇനി വരുന്ന 5 വർഷം കൊണ്ട് മാറുമെന്നും ഇനി വരാൻ പോകുന്ന കുറച്ചുകാലം ഇവിടെ വിജയ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന രക്ഷകനെന്നും അവർ തറപ്പിച്ചു പറയുന്നു.